ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്നൊരു വർക്കാണ്. 2026 എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് നമ്മൾ സോങ് റെക്കോർഡ് ചെയ്ത് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും വേഗം വേഗം നടന്ന് പെട്ടെന്ന് കയ്യിലെത്തിയൊരു വർക്കാണിത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ സ്വന്തം അച്ചാച്ചനാണ്, പിന്നെ എൻ്റെ അമ്മ, ഇതെൻ്റെ ചേട്ടനാണ്, പിന്നെ ഇതെൻ്റെ ചാച്ചൻ, അതുപോലെ ചാച്ചൻ്റെ വൈഫ്, ഇളയ ചാച്ചൻ, പിന്നെ നമ്മുടെ ഫാമിലിയാണ് എല്ലാവരും, എൻ്റെ അനിയത്തി, നമ്മളെല്ലാവരും. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എല്ലാം കൊണ്ടും ഞാൻ സന്തോഷിക്കുന്ന ദിവസമാണിത്. കണ്ണീര് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടും എൻ്റെ ഫാമിലിയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഒരു വർക്ക് ഇന്നേ വരെ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ ജന്മം നൽകിയ എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിച്ച് ചെയ്യുന്നൊരു വർക്ക്. പിന്നെ എൻ്റെ വല്യമ്മയും വല്യപ്പനും ഒക്കെ ഉണ്ട്, അവർ വയ്യാണ്ട് വീട്ടിലൊക്കെയാണ്, നാളെ രാവിലത്തേന് എത്തും. ഒത്തിരി സന്തോഷമുണ്ട് ഈ വർക്ക് ഇറങ്ങുന്നതിനും. പിന്നെ പ്രത്യേകിച്ച് ദാസേട്ടൻ, രേണു ചേച്ചി. ഇപ്പം രേണു ചേച്ചിന് എനിക്ക് അത്ര വലിയ കമ്പനി ഇല്ലായിരുന്നു, അതിന് കമ്പനി ഉണ്ടായിരുന്നു. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ചങ്കാണ്. പിന്നെ ഇതിനകത്ത് മേക്കപ്പ് ദേവി ചേച്ചി, അതുപോലെ തന്നെ രേണു ചേച്ചി, ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ചേച്ചി, അനിയത്തി, ചേട്ടൻ, ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങളുടെ ഈ ഫീൽഡ് തന്നെ മുന്നോട്ട് പോകുന്നത്. അതിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ കാണും, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കാണും. അത് കാണുന്നവരുടെ കണ്ണിൻ്റെ പ്രശ്നം. പക്ഷേങ്കിൽ അതിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാണ് ഞങ്ങൾ ഇത്രയും വർക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഈ വർക്കിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.